നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കലൊക്കെ. ഞാനിന്ന് കുറേ നേരം ഇതും കൊണ്ടിരിക്കുന്നു. സാറ്റർഡേ റുട്ടീനാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ റുട്ടീനൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല. സാറ്റർഡേ റുട്ടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് സാരി ഉടുക്കണ്ട. പിന്നെ ഇവർക്കും സാറ്റർഡേ യൂണിഫോം എന്ന് പറഞ്ഞിട്ടൊരു യൂണിഫോമൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ ഇതുപോലെ നോ ബാഗ് ഡേ. അപ്പോൾ ഇവർക്ക് ബാഗൊന്നും കൊണ്ടുവരണ്ട, ജസ്റ്റ് ചിത്രം വരയ്ക്കാനുള്ള ഒരു കിറ്റും പിന്നെ സ്നാക്സ് ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സുമാണ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ ഇവർക്ക് കുറച്ച് ആൻസർ ഷീറ്റ്സ് റോൾ നമ്പർ വൈസ് ഓർഡർ ചെയ്യാൻ കൊടുത്തു. അത് അവർ ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ എൻ്റെ അദ്വികിനൊക്കെ കയറ്റി മരത്തിൻ്റെ മുകളിൽ ഇരുത്തിയുണ്ടോ, ആരാ ഇരുത്തിയെന്ന് എനിക്കറിയില്ല, ആരോ ഇരുത്തി. നല്ല രസമുണ്ട്. ബാഗ് നോക്കിക്കുക, നല്ല രസമല്ലേ. ചെറുപ്പത്തിൽ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ബാഗൊക്കെ. പഞ്ച് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വഴിയിൽ ഈ മരം കണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെയും നടന്ന് കയ്യിൽ നോക്ക് ഇന്ന് പെയിൻ്റ് ആയതാണ് കുട്ടികളെ സഹായിച്ചപ്പോൾ. അത് കഴിഞ്ഞത് ആ വീട്ടിലോട്ട് നടന്ന് കയറി വീട്ടിലെത്താനായി. വീട്ടിലെത്തി എൻ്റെ റോസാ ചെടിയിലെ റോസിലൊരു വണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പം കുറച്ച് നേരം ഒരിക്കലെടുത്ത് വായിച്ചു. അത് കഴിഞ്ഞ് സിംഗിൾ സിൻസറിനോ കുറച്ച് നേരം കണ്ടു. എൻ്റെ ജേർണലെടുത്ത് നോക്കി. 3ാം ക്ലാസ്സിൻ്റെ ടീച്ചേഴ്സ് മാനുവലും ഒന്ന് നോക്കി. പിന്നെ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാമല്ലോ അതിന് ബാൽക്കണിയിലേക്ക്.